ഒരു സ്ത്രീയോട് ഒരാൾ പോയി പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ സ്ത്രീ നിരസിച്ചാൽ സ്ത്രീയെ ആക്രമിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ പ്രണയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അയാൾ കേൾക്കുന്നില്ലെങ്കിൽ അയാളെ ആക്രമിക്കാൻ നമുക്ക് റൈറ്റില്ല, നമുക്കൊഴിയാന്നുള്ളതല്ലാതെ. ബാക്കിയുള്ള മനുഷ്യരൊന്നും പത്രം വായിക്കാത്തവരും സാമാന്യധാരണ ഇല്ലാത്തവരും വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരുമാണ് എന്നൊരു വിചാരം ശ്രീമതി കെ ആർ മീര കൊണ്ടു നടക്കാൻ പാടില്ലാത്തതാണ്. ടോക്സിക്കായ പുരുഷന്മാർ കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ പ്രശ്നമാണ്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മുഖത്ത് ആശ്രയിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുക, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക. നമ്മൾ കണ്ടാണ്, എത്രയോ അനുഭവങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോക്സിക്കായ പുരുഷന്മാർ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ നിരസിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന പുരുഷന്മാർ ഇന്ത്യയിൽ എല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതൊരു പ്രശ്നവുമാണ്. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന ഒരു കാര്യത്തിൽ തർക്കമില്ല. അതിന് നോ പറയാൻ പെൺകുട്ടികളെ, സ്ത്രീകളെ പഠിപ്പിക്കുക, അപ്പം ആൺകുട്ടികളെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെടുത്തി തന്നെ അഭിപ്രായം പറയുമ്പോൾ അതൊരു ക്രിമിനൽ പ്രവർത്തനത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുകയോ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യുകയോ ചെയ്യുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ക്രൈമിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു സ്ത്രീയോട് ഒരാൾ പോയി പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ സ്ത്രീ നിരസിച്ചാൽ സ്ത്രീയെ ആക്രമിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ പ്രണയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അയാൾ കേൾക്കുന്നില്ലെങ്കിൽ അയാളെ ആക്രമിക്കാൻ നമുക്ക് റൈറ്റില്ല, നമുക്കൊഴിയാന്നുള്ളതല്ലാതെ. അപ്പോൾ അത് ഒരു മോശം പ്രസ്താവനയായിപ്പോയി. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അവരാദ്യം അതുകൊണ്ട് കെ ആർ മീര ഇത്തരം വിശദീകരണം, ഇപ്പോൾ രണ്ടാമത് നൽകിയ വിശദീകരണം അവർക്ക് ശരിയാമണ്ണമുള്ള ആയുർവേദ കഷായം കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നവർ പറയുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സാമാന്യബോധമുള്ള ഒരാൾ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ള മനുഷ്യരൊന്നും പത്രം വായിക്കാത്തവരും സാമാന്യധാരണ ഇല്ലാത്തവരും വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരുമാണ് എന്നൊരു വിചാരം ശ്രീമതി കെ ആർ മീര കൊണ്ടു നടക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ വിശദീകരണം ഒട്ടും ഡൈജസ്റ്റിംഗ് ആയ വിശദീകരണമൊന്നുമല്ല. വേണമെങ്കിൽ അവർക്ക് പറയായിരുന്നു, ഞാൻ പറഞ്ഞത് അപ്പോഴത്തെ ഒരു കോൺടാക്സിൽ പറഞ്ഞു പോയതാണ്, അതിനൊരു അപകടവശം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു, ഞാനതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാട് എത്രമാത്രം ഉന്നതമായതിനെ ഈ വിശദീകരണം അത് എല്ലാവരെയും കളിയാക്കുന്നതാണ്. രാഹുൽ ഈശ്വറിനുള്ള അവരുടെ പേഴ്സണൽ ഫൈറ്റ് നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ ഈശ്വർ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാടുകൾ പലതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. അതിനപ്പുറം അന്ന് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വലിയ തോതിൽ റീലുകളായി നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. അതെങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുക. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. കെ ആർ മീരയെക്കുറിച്ച് നമ്മൾ വലിയ മതിപ്പുള്ള, നമുക്കെല്ലാം റെസ്പെക്റ്റുള്ള സാഹിത്യകാരി, എഴുത്തുകാരിയാണ്. ഈ ദിവസങ്ങളിൽ അവരെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും കുഴപ്പം പിടിച്ചാണ്. കോൺഗ്രസിനെയും ഹിന്ദുത്വ സംഘടനകളെയും ഗാന്ധിയെ കൊന്നവരെയും കൂടെ ഒരുമിച്ച് സംസാരിക്കുക. കോൺഗ്രസിനെതിരെ ശരിയാണ്, ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനമൊക്കെ ഉന്നയിക്കാനുള്ള സ്കോപ്പുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരിക്കലും സമീകരിക്കാൻ പാടില്ല കോൺഗ്രസിനെയും ആ ഗാന്ധിയെ കൊന്ന പ്രത്യയശാസ്ത്രത്തെയും. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അവർ ഈ ഭരണകാലത്ത് കടന്നു വന്നപ്പോഴാണ് ഇന്ത്യക്ക് ഒരു മേൽവിലാസം ഉണ്ടാവുകയും ഇന്ത്യ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതെന്ന് ഓർക്കണം. മറ്റവരങ്ങനെയാണോ? മറ്റവരെന്ന് പറഞ്ഞാൽ ഇന്ന് ബ്രിട്ടൻ പോലും അവർ നേരിടുന്ന ആഭ്യന്തര ക്രൈസിസുകളൊന്നായി നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രവും ഇതുമെല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് അല്ലേ ഗാന്ധി പീസ് പ്രൈസ് 91 ഏർപ്പാടാക്കുന്നത്? രാജ്യാന്തര തലത്തിൽ ഗാന്ധിയുടെ പേരിൽ അവാർഡ് കൊടുക്കുന്നത്. ഗാന്ധി അവരെ സ്മൃതി കൊണ്ടുപോയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതികളൊന്നായിട്ടുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഗാന്ധിയുടെ പേര് കൊടുത്തത് കോൺഗ്രസ് അല്ലേ? ഇതിനെയൊക്കെ വിസ്മരിച്ച് ഗാന്ധിയെ മൊത്തം അവർ വെട്ടാൻ ശ്രമിക്കുക എന്നുള്ള ആക്ഷേപം എങ്ങനെ ഉന്നയിക്കാൻ പറ്റുക? ഉന്നയിക്കാനുള്ള സ്കോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിയുടെ ആശയങ്ങളോട് കോൺഗ്രസ് അങ്ങനെ വലിയ മമതയൊന്നും കാണിച്ചിട്ടില്ല. ഗാന്ധി മനുഷ്യർക്കിടയിലുള്ള ഇഴയെടുപ്പ് ജീവിതം, മതനിരപേക്ഷത, സമാധാനപരമുള്ള ആശയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്ത് നെല്ലി കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കാലത്ത് പള്ളി പൊളിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കാലത്ത് സിഖ് വിരുദ്ധ കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട്, രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിക്കുന്ന നിലയ്ക്ക് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രകരായ പ്രധാനികളിലേക്ക് പോകാതിരുന്നിട്ടുണ്ട് കോൺഗ്രസ് അങ്ങനെ ഗാന്ധിയുടെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പണിയെടുത്തിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസിനെയും RSSനെയും സമീകരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ആഴമില്ലായ്മയുടെ പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് ശരിയാമണ്ണമുള്ള നിരാശയാണ് കെ ആർ മീരയെക്കുറിച്ച് തോന്നുന്നത്. അവരെപ്പോലെ ആളുകൾക്ക് അബദ്ധമൊക്കെ പറ്റാം കേട്ടോ. ഒരു തത്സമയ ചോദ്യോത്തര വേദിയിലേക്കും നമ്മൾ പറയുന്ന കമൻറ്റിനകത്ത് ഒരു അബദ്ധമൊക്കെ പറ്റും. നമുക്കൊക്കെ ഇനിയും പറ്റാം, നമ്മളിവിടെ നിന്ന് വർത്താനം പറയും, നാളെയും പറ്റാം. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ അതിൽ ആരോഗ്യകരമായൊരു തിരുത്ത് പറയുക, ക്ലാരിറ്റി ഉള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതവർ നിർവഹിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.